ചുറ്റുമതിൽ കെട്ടി പണിത വലിയ വീടുകൾ നമുക്കുണ്ടാകാം. പക്ഷേ അതിനുള്ളിൽ സമാധാനമുണ്ടോ? പുറത്തെ ബഹളങ്ങളിൽ നിന്ന് തളർന്നു വരുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരിടമായി നമ്മുടെ വീട് മാറുന്നുണ്ടോ? ഒരു വീട് സ്വർഗമാകുന്നത് അവിടുത്തെ ഇന്റീരിയർ വർക്കുകൾ കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ഇബാദത്തുകൾ കൊണ്ടാണ്. നിസ്കാരവും ഖുർആൻ പാരായണവും മുഴങ്ങുന്ന വീടുകളിൽ നിന്ന് പിശാചുകൾ ഓടിപ്പോകുമെന്നും അവിടെ മലക്കുകൾ ഇറങ്ങുമെന്നുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ വീടുകൾ ഖബർസ്ഥാനുകളെ പോലെ വിജനമാകാൻ പാടില്ല. വീടിനുള്ളിൽ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കാനും സ്നേഹത്തോടെ സംസാരിക്കാനും നമുക്ക് കഴിയണം. ദേഷ്യവും പരിഹാസവും ശാപവാക്കുകളും നിറഞ്ഞ ഒരിടത്ത് ഒരിക്കലും ബറക്കത്തുണ്ടാവില്ല. ഉപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ പഴയ ശീലം നമുക്ക് തിരിച്ചു പിടിക്കാം. പടച്ചവന്റെ സ്മരണയുള്ള വീടുകൾ ജീവനുള്ളവയെ പോലെയാണ്, സ്മരണയില്ലാത്തവ ജീവനില്ലാത്തവയെ പോലെയും. ഈ ലോകത്തെ നമ്മുടെ വീട് നാളെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നതാവട്ടെ. നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറട്ടെ.